നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഡൽഹി ക്യാപിറ്റൽസ് തകർന്ന് തരിപ്പണമായി. 16.3 ഓവറിൽ വെറും 75 റണ്ണെടുത്ത് പുറത്തായി. RCB വീണ്ടും ഡിഫൻഡിങ് ചാമ്പ്യന്മാരുടെ കളി പുറത്തെടുത്തു. ശരിക്കും ചാമ്പ്യന്മാരുടെ കളിയായിരുന്നു, ബൗളിംഗ് ആയിരുന്നു ഇന്ന് RCB കാണിച്ചത്. ആദ്യ 8 റണ്ണെടുക്കുന്നതിൽ മുമ്പ് തന്നെ 6 വിക്കറ്റ്, 8 റൺ എടുക്കുമ്പോഴേക്കാണ് 6 വിക്കറ്റാണ് ഡൽഹി ക്യാപിറ്റൽസിന് നഷ്ടമായത്. ആരൊക്കെയാണ് കയറിപ്പോയത്? സലീൽ പരീഖ്, KL രാഹുൽ, സമീർ റിസ്വി, ട്രൈസ്റ്റൻ സ്റ്റബ്സ്, പിന്നെ അക്സർ പട്ടേൽ, അങ്ങനെ ഒരു നീണ്ട നിര അങ്ങ് പോയി. ആദ്യത്തെ 6 ഓവർ കഴിയുമ്പോൾ, പവർ പ്ലേ കഴിയുമ്പോൾ 13 റണ്ണാണ് DC എടുത്തിട്ടുണ്ടായിരുന്നത്. 6 വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഡേവിഡ് മില്ലറും അഭിഷേക് പോറലും ചേർന്ന് ചെറിയൊരു മിന്നൽ കൂട്ടുകെട്ടുണ്ടാക്കി. അവർ അതിവേഗം ഡൽഹിയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് തോന്നിപ്പിച്ച് എങ്കിലും ആ രീതിയിൽ അടിച്ച് കളിച്ചെങ്കിലും അധികം നീണ്ടു നിന്നില്ല ആ കളി. ഡേവിഡ് മില്ലറെ റാസിക് പുറത്താക്കി. അങ്ങനെ ഡേവിഡ് മില്ലർ പോയതോടുകൂടി പിന്നെ ഒരിക്കലും നിലം തൊടാൻ പറ്റിയില്ല ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. അഭിഷേക് പോറൽ 33 പന്തിൽ 30 റണ്ണെടുത്ത് അവസാനത്തെ ബാറ്ററായിട്ട് പുറത്തായി. പിന്നെ ജോഷ് ഹേസൽവുഡാണ് അയാളുടെ 4ാമത്തെ വിക്കറ്റായിട്ട് പോറലിനെ പുറത്താക്കുന്നത്. അവസാനം വരെയും പോറൽ പിടിച്ചു നിന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 30 റണ്ണെടുത്ത പോറലും 19 റണ്ണെടുത്ത ഡേവിഡ് മില്ലറും 12 റണ്ണെടുത്ത കൈലി ജാനിസണും ആണ് 2 അക്കം കടന്നത്. എന്തായാലും RCBയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിംഗ് ബൗളിംഗ് ജോഡിയായ ജോഷ് ഹേസൽവുഡ് 4ഉം ഭുവനേശ്വർ കുമാർ 3ഉം വിക്കറ്റ് വീഴ്ത്തി. ഗംഭീരമായിരുന്നു. ഭുവനേശ്വർ കുമാർ 3 ഓവറിൽ 5 റണ്ണിനാണ് 3 വിക്കറ്റ് വീഴ്ത്തിയത്. ജോഷ് ഹേസൽവുഡ് 3.3 ഓവറിൽ 12 റണ്ണിനാണ് 4 വിക്കറ്റ് വീഴ്ത്തിയത്. എന്തായാലും അതിഗംഭീരമായി. ഇതിൽ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഡൽഹി തോൽക്കും എന്നുള്ളത് ഉറപ്പാണ്. RCB അവർ വളരെ പെട്ടെന്ന് തന്നെ ഇത് തീർക്കാൻ നോക്കും. അങ്ങനെ നല്ല നെറ്റ് റൺ റേറ്റോട് കൂടി വിജയിക്കാൻ തന്നെയാണ് RCB ശ്രമിക്കുക. അതിന് തന്നെയാണ് സാധ്യതയും.